ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു മുരിങ്ങക്കായുടെ റെസിപ്പി ചെയ്യാൻ പോകുന്നത്. അതിനൊരു 4 മുരിങ്ങക്കായ എടുത്തിട്ട് ഇതുപോലെ സാമ്പാർ മുറിക്കുന്ന പോലെ ഇങ്ങനെ കഷ്ണാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അത് ചൂടായിട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. നിങ്ങൾക്ക് എന്ത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കുക. ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ബദം, അതായത് ഇത്രയും കണ്ട് ബദം എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി, കുറച്ചധികം കഷ്ണം ഇഞ്ചി. ഇത് ആദ്യം ബദം ഇടട്ടെ. ഇതൊക്കെ നല്ലോണം വറുക്കണം. ഈ വെളുത്തുള്ളിയും ഇഞ്ചി കഷ്ണം ഇടുന്നുണ്ട്. തേങ്ങ കുറച്ച് തേങ്ങ കൊത്ത് വേണമെന്നില്ല. നിങ്ങൾക്ക് ഇത്ര തേങ്ങ രാഗിയിട്ട് എടുത്തിട്ട് ഇട്ടാലും മതി. ഇത് ഇതിലേക്ക് ഇടുക. നല്ലോണം ചോക്ക വറുക്കുക. ഇതിങ്ങനെ ആയാൽ മതി. ഇനി ഞാൻ ഇത് മാറ്റി വെക്കുന്നുണ്ട്. ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഇത് ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി എന്താക്കുക വെച്ചാൽ ആ ചീഞ്ചട്ടി തന്നെ അതിൻ്റെ എണ്ണ ഉണ്ടല്ലോ, എണ്ണേൻ്റെ അകത്ത് ഈ മുരിങ്ങക്കായ് ഒന്ന് ആദ്യം വാട്ടുക. ചെറുങ്ങനെ ഈ വെളിച്ചെണ്ണയിലാദ്യം വാട്ടുക. കഷ്ണങ്ങൾക്ക് വേണ്ടത് തേച്ചിട്ട് മുറിക്കട്ടെ. ഞങ്ങൾ ഇങ്ങനെ മുറിക്കുന്നുണ്ട്. ഞാനിങ്ങനെ മുറിക്കില്ല. അതുകൊണ്ട് ഇങ്ങനെ മറ്റേ ചെറുതാക്കണേക്ക് ചെറുതാക്കാം. കുറച്ച് ഉപ്പിടുന്നുണ്ട്. ഇനി ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഒന്ന് വെന്തോട്ടെ. മുരിങ്ങക്കായ അങ്ങനെ വെന്തോട്ടെ. നല്ല മൂടി വെച്ചിട്ട് വേവിക്കുക. ഇത് വെന്തിട്ടുണ്ട്. ഇനി വെള്ളത്തോട് കൂടി തന്നെ മാറ്റി വെക്കാം. ഇടിച്ചട്ടി ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. കുറച്ച് കടുക് ഇടുക. ബേ ലീവ്സ് ഇഷ്ടമുള്ളവർക്ക് ഇടാം. പക്ഷെ ഞങ്ങൾക്ക് അതിന് ചോയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇടലില്ല. പിന്നെ ചെറിയ കഷ്ണം പട്ട, ചെറുതാക്കി മുറിച്ചാണ് ഇതിടണം. ഇതിടുന്നുണ്ട്. കുറച്ച് ജീരകത്തിന് പൊടി ഇടുന്നുണ്ട്. ഇതിൻ്റെ അതിൽ കുറച്ച് ഉപ്പ് പൊടി ഇടണം. ഈ മസാലക്ക് വേണ്ട ഉപ്പിൻ്റെ പൊടി. മുരിങ്ങക്കായ് ഞാൻ ഉപ്പിട്ടിട്ടാണ് വേവിച്ചപ്പോൾ നോക്കിയിട്ടിട്ടാൽ മതി. ഇനി പൊടികളൊക്കെ ഇടാം. ഇത് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഇത് 1/2 മുളക് പൊടിയും 2 സ്പൂണ് മല്ലിപ്പൊടിയാണ്. പിന്നെ ഞാൻ ഇതൊക്കെ ഇടുന്നുണ്ട്. നിങ്ങൾ എത്ര ഏകദേശം മുരിങ്ങക്കായ് എടുക്കുന്ന അതിനനുസരിച്ച് നിങ്ങൾക്ക് മസാല കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാൻ എടുത്തുകൊണ്ടാണ് ഞാൻ ഇത്രയും മസാല എടുത്തിട്ടുള്ളത്. വെച്ച ഈ മസാല ഇല്ലേ, അത് ഇടുന്നുണ്ട്.
അടിച്ചു വെച്ചത് അത് ഇടുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെക്കണം, ഇത് കരിഞ്ഞു പോകും. ഇത് നല്ലോണം വാട്ടുക. കഴുകിയിട്ട് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഈ മസാലയൊക്കെ ഒന്ന് വേവണം, അതിനാണ് ഇത് ചെയ്യുന്നത്. ഇതിന്ന് വെന്തിട്ട് ഒന്ന് എണ്ണ തെളിഞ്ഞിട്ട് വരണം. ഈ സമയം ഉപ്പൊക്കെ നോക്കി വെക്കുക. കുറച്ചും കൂടി ഉപ്പ് വേണം, കുറച്ച് ഉപ്പ് എടുക്കുന്നത്. ഇത് വെന്തിട്ട് എണ്ണ തെളിഞ്ഞിട്ട് വന്നിട്ട് മുരിങ്ങക്കായ ഇടുക. അത്രേ പണിയുള്ളൂ. ഇത് വറക്കണ്ടി പൊടിക്കേണ്ട പണിയുള്ളൂ. അല്ലാണ്ട് നല്ല ടേസ്റ്റായത് ചോറിന് കൂട്ടാൻ വേണ്ടി. ചോറിന് മാത്രമല്ല, ചപ്പാത്തിക്കൊക്കെ രാത്രിക്ക് ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ പറ്റും. ഇതൊന്ന് വെന്തോട്ടെ ഇതിൻ്റെ അകത്തുനിന്ന്. എണ്ണ തെളിഞ്ഞിങ്ങനെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ മുരിങ്ങക്കായ ഇതിലേക്ക് ഇടുക. വെള്ളത്തോട് കൂടി എടുത്ത് വെച്ച മുരിങ്ങക്കായ നമ്മളിത് ഇതിലേക്ക് ഇടുക. ഇനി ഈ വെള്ളത്തിൽ തന്നെ നല്ലോണം വറ്റിയിട്ട് വരണ്ടിട്ടുണ്ടാവും. പിന്നെ അതുപോലെ ആവണം. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.